ശബരിമല സന്നിധാനത്തെ വനമേഖലകളിൽ കനത്ത മഴ. ശബരിമല സ്വാമി അയ്യപ്പൻ റോഡിലും വൻ നാശനഷ്ടം. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണു, മരങ്ങളും ചില്ലകളും ഒടിഞ്ഞു വീണിരിക്കുകയാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഇപ്പോഴും ഈ വനമേഖലകളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. ഒപ്പം ഈ വൈദ്യുതി ലൈനുകളടക്കം പൊട്ടിവീണ സാഹചര്യത്തിൽ എത്രത്തോളം അപകടകരമായ സാഹചര്യവുമാണ് നിലവിലുള്ളത്? ഇപ്പോൾ ഞാനുള്ളത് സ്വാമി അയ്യപ്പൻ റോഡിലാണ്. ഇവിടെയാണ് ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ പെയ്യുകയും മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും മറ്റും ചെയ്തത്. അതിനെ തുടർന്ന് വൈദ്യുതി ലൈനും പൊട്ടി വീണിരുന്നു. ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇന്ന് പുലർച്ചെ 2 മണിയോടെ ആ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് അയ്യപ്പന്മാരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തി വിട്ടതും. ഇന്ന് പുലർച്ചെയാണ് സന്നിധാനത്ത് ഇന്നലെ ദർശനം നടത്തിയ ഭക്തരെ തിരികെ ഇറങ്ങാൻ സമ്മതിച്ചതും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം സ്വാമി അയ്യപ്പൻ റോഡിലാണ്. ഇവിടെ ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഏതാണ്ട് കഴിഞ്ഞ 2 മണിക്കൂറായി മഴ മാറി നിൽക്കുന്നത് ഏറെ ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര വഴുക്കലും അതെല്ലാം തന്നെ അയ്യപ്പന്മാരെ വലിയ ബുദ്ധിമുട്ടിലാഴ്ത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്നത് ആശ്വാസകരമാണ്. എന്നാൽ ഇനി എപ്പോഴാണ് വീണ്ടും മഴ കനക്കുക എന്ന കാര്യം നമുക്ക് പറയാനാവില്ല. അത്തരമൊരു ആശങ്ക നിലനിൽക്കുന്നു. എന്തു തന്നെ ആയാലും ശബരിമല പേട്ട സംഘം അടക്കം ഇവിടെ എന്തു തന്നെയായാലും മഴ ഒഴിഞ്ഞു നിൽക്കുന്നെങ്കിലും ഇന്ന് രാത്രിയിൽ ഹരിവരാസനത്തിനോടുകൂടി നട അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർക്ക് ഇനിയും സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള ഒരു സമയവും ലഭിക്കില്ല. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് വാഹനങ്ങൾ അടക്കം വിട്ടിരുന്നില്ല. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ദർശനം നടത്താൻ 8 മണിയോടെ നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ പുറപ്പെട്ടത്. അങ്ങനെ എത്തിയവരാണ് ഇപ്പോൾ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെ നടയടയ്ക്കും. അതിനുശേഷം വൈകിട്ട് 5 മണിയോടെ നട തുറന്നു കഴിഞ്ഞാൽ രാത്രി 10 മണിവരെയും ദർശനമുണ്ടാവും. ഹരിവരാസനത്തോടുകൂടി നട അടച്ചാൽ പിന്നെ ചിങ്ങത്തിലെ മാസപൂജകൾക്ക് വേണ്ടിയായിരിക്കും നട തുറക്കുക. എന്തു തന്നെയായാലും ഇന്ന് വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇന്ന് നിറപുത്തരി ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചത്. അതിന് ശേഷം കളഭാഭിഷേകവും നെയ്യഭിഷേകവും ഒക്കെ നടന്നു. അതിനുശേഷം കലശ പൂജകളടക്കം പൂർത്തിയാക്കിയിരുന്നു. അത്തരത്തിൽ ഭക്തർക്ക് ദർശനം നടത്തുന്നതിനുള്ള നല്ല സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഭക്തരുടെ തിരക്ക് ഇന്ന് കുറവായിരുന്നു എന്നത് എടുത്തു പറയണം. ഇപ്പോൾ ഈ മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ സന്നിധാനത്തും എല്ലാം തന്നെ മഴ കുറഞ്ഞു നിൽക്കുന്നത് വളരെ ആശ്വാസകരമാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. KP ഏതായാലും സ്വാമി അയ്യപ്പൻ റോഡിലടക്കം വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വൈദ്യുതി ലൈനുകളടക്കം പൊട്ടി വീണിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും മഴ അല്പം മാറി നിൽക്കുന്നത് ഈ സ്ഥലത്തെ അപകടകരമായ സാഹചര്യം ഒഴിവാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.